തിരുവനന്തപുരം തമ്പാനൂരിൽ യുവതിയെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്തു. പേയാട് സ്വദേശി സി കുമാരനാണ് യുവതിയെ കഴുത്തറുത്തതിന് ശേഷം ആത്മഹത്യ ചെയ്തത്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് അകത്തുള്ള ലോഡ്ജിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, രാവിലെ തന്നെ തലസ്ഥാനത്ത് നിന്ന് അരുംകൊലയുടെ വാർത്തയാണ് പുറത്തു വരുന്നത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. തമ്പാനൂരിലാണ്, നഗരമധ്യത്തിലാണ് ഈ അരുംകൊല നടന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അരുംകൊല ഇന്ന് രാവിലെ തിരുവനന്തപുരം നഗരം കേട്ടുണരുന്നത് ഈ ഒരു വാർത്തയാണ്. ഇപ്പോൾ ഞാനുള്ളത് കൊടിയിൽ ലോഡ്ജ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന തമ്പാനൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ടൂറിസ്റ്റ് ഹോമിലാണ്. ഇവിടെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പേയാട് സ്വദേശികളായ ആശ, ഒപ്പം തന്നെ സി കുമാരൻ സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ ജീവനക്കാരനാണ്. ഇവർ രണ്ടുപേരുമാണ് ഇവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ റൂംബോയാണ് ഈ ഒരു മരണവിവരം അറിയിക്കുകയും പിന്നീട് പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വിശദാംശങ്ങൾ, വിവരങ്ങൾ, രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ, രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും 2 ദിവസം മുൻപ് ഇവിടെ എത്തി മുറിയെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഏത് തരത്തിലാണ് അല്ലെങ്കിൽ എന്താണ് ഈ മരണത്തിലേക്ക് വഴിവെച്ച സംഭവങ്ങൾ, സാഹചര്യങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. മൃതദേഹങ്ങൾ രണ്ടും ഇപ്പോൾ ഈ സംഭവം നടന്ന ഹോട്ടലിലെ അല്ലെങ്കിൽ സ്വകാര്യ ലോഡ്ജിലെ റൂമിൽ തന്നെയാണ് ഉള്ളത്. ആശ എന്ന് പറയുന്ന പേയാട് സ്വദേശിനിയെ റൂമിൽ കഴുത്തറുത്ത് മരിച്ച നിലയിലും ആണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന സി കുമാരൻ എന്ന് പറയുന്ന സ്വകാര്യ ചാനൽ ജീവനക്കാരൻ, അദ്ദേഹത്തിന് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലും ഒപ്പം തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇരുവരും സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുവരുടെയും സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് വഴിവെച്ചത്, ഒപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നതാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി സമീപത്തെ ആശുപത്രിയിലേക്ക്, ജനറൽ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കോ മാറ്റുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസ് നൽകുന്ന വിവരം. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഈ സ്വകാര്യ ജീവനക്കാരനെ ഇന്ന് രാവിലെ മുതൽ തന്നെ സ്ഥാപനത്തിൽ ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് അദ്ദേഹത്തിന് നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഫോൺ കോൾ അദ്ദേഹം എടുക്കുകയും ചെയ്തിരുന്നില്ല. പിന്നീടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അറിയിപ്പ് എത്തുകയും മരണം സ്ഥിരീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പക്ഷേ തുടർച്ചയായി തലസ്ഥാന ജില്ലയിൽ പല സംഭവങ്ങളും ഇത്തരത്തിലുള്ള മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ ഒരു അരുംകൊല നഗരമധ്യത്തിൽ തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ആശ എന്ന് പറയുന്ന യുവതിയും ഒപ്പം മധ്യവയസ്കൻ കൂടിയായിട്ടുള്ള സ്വകാര്യ ടെലിവിഷൻ ചാനൽ ജീവനക്കാരൻ കൂടിയായ സി കുമാരനുമാണ് മരിച്ചിട്ടുള്ളത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും, അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശാലിനി, അതേപോലെ തന്നെ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതായി ആദ്യം സ്ഥിരീകരിക്കുന്നത് ആരാണ്? ഹോട്ടലിലെ ജീവനക്കാരാണോ? ഇന്നലെ ഇത് സംബന്ധിച്ച എന്തെങ്കിലും ബഹളങ്ങളോ ശബ്ദങ്ങളോ വല്ലതും കേട്ടതായി അവർ എന്തെങ്കിലും പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ ശാലിനി? അത് വല്ലതും നമുക്ക് ലഭിക്കുന്നുണ്ടോ അത്തരം വിവരങ്ങൾ ശാലിനി? നിലവിൽ വിനോദ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ ഒരു റൂംബോയാണ് ഈ ഒരു മൃതദേഹം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്നത് ആദ്യം സ്ഥിരീകരിച്ചിട്ടുള്ളതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതേ ടെലിവിഷൻ ചാനലിലെ ജീവനക്കാരന് തന്നെയാണ് ഈ ടൂറിസ്റ്റ് ഹോം എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായും അറിയാൻ സാധിക്കുന്നത്. മുൻപും ഇത്തരത്തിൽ ഇദ്ദേഹം ഇവിടെ എത്തി റൂമെടുത്ത് ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങളുണ്ട്. 2 ദിവസം മുൻപ് മുറിയെടുക്കുമ്പോൾ തനിച്ചായിരുന്നു. പിന്നീട് ഇന്നലോടുകൂടിയാണ് ഈ യുവതി ഈ ഹോട്ടലിലേക്ക് അല്ലെങ്കിൽ ഈ സ്വകാര്യ ലോഡ്ജിലേക്ക് ഈ യുവതി എത്തിയിട്ടുള്ളത്. പിന്നീട് ഇരുവരും ഈ ഹോട്ടൽ റൂമിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ശബ്ദങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തർക്കങ്ങളോ ഒന്നും തന്നെ സമീപത്തെ റൂമുകളിൽ ഉണ്ടായിരുന്നവർ കേട്ടിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരടക്കം ഇവിടെ എത്തിയതിനു ശേഷമാണ് പല മുറികളിലെയും താമസക്കാർ അടക്കമുള്ളവർ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. അവരടക്കമുള്ളവർ ഈ സംഭവം ഈ സമയത്തും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശബ്ദങ്ങളോ തർക്കങ്ങളോ ബഹളങ്ങളോ ഒന്നും തന്നെ റൂമിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് എന്താണ് റൂമിനുള്ളിൽ സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുമാരൻ എന്ന് പറയുന്ന വ്യക്തി മുൻപ് വിവാഹിതനായിരുന്നു, വിവാഹമോചനം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ യുവതിയും ഇവരുടെ അയൽവാസി അല്ലെങ്കിൽ പേയാട് തന്നെ താമസിക്കുന്ന യുവതിയാണ്. ഇരുവരും തമ്മിൽ വളരെ നാളായിട്ടുള്ള അടുപ്പമാണ്. ഇതിലേതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനോ മറ്റോ ആയിരിക്കാം ഈ ഒരു ഹോട്ടലിലേക്ക് വന്നത്. പിന്നീട് അത് തർക്കത്തിലേക്ക് പോയതാകാം ഇത്തരത്തിലൊരു മരണത്തിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്കും വഴിവെച്ചത് എന്നുള്ളൊരു
ഒരു പ്രാഥമികമായ സ്ഥിരീകരണം മാത്രമാണ് നമുക്കിപ്പോൾ നൽകാൻ സാധിക്കുന്നത്. കൂടുതൽ വ്യക്തത അടക്കമുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ ഇവരുടെ ഫോൺ സംഭാഷണങ്ങൾ, ഈ ഹോട്ടലിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, ഒപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തത വരികയുള്ളൂ. എന്തായാലും സംഭവം അതിദാരുണമായി തന്നെയാണ് നമുക്ക് കാണേണ്ടത്. തലസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ, ഒപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ, അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഈ നാടിനെ നടുക്കിയിട്ടുള്ള, അല്ലെങ്കിൽ തലസ്ഥാന ജില്ലയെ രാവിലെ തന്നെ നടുക്കിയിട്ടുള്ള ഈ ഒരു കൊലപാതകവും തുടർന്നുള്ള ആത്മഹത്യയും. വിനോദ്, വളരെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. തിരുവനന്തപുരം തമ്പാനൂരിലാണ് യുവതിയെ കഴുത്തറുത്ത് കൊന്ന നിലയിൽ കാണപ്പെട്ടത്. ആ കൊലപാതകം നടത്തിയ ആ വ്യക്തി കുമാരൻ എന്ന് പറയുന്ന ആൾ ആത്മഹത്യ ചെയ്ത നിലയിലും കാണപ്പെട്ടു. പേയാട് സ്വദേശി സി കുമാരനാണ് യുവതിയെ കഴുത്തറുത്തതിന് ശേഷം ആത്മഹത്യ ചെയ്തതായി കണക്കാക്കുന്നത്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് അകത്തുള്ള ലോഡ്ജിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.